ഇവനാണ് കേട്ടോ എൻ്റെ കഥയിലെ നായകൻ. 27 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ UK വണ്ടി പിടിച്ചത്. എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, 30 വയസ്സെത്തുന്നതിന് മുന്നേ എനിക്ക് എങ്ങനെയും രക്ഷപ്പെടണം. ഫസ്റ്റ് എൻ്റെ ആഗ്രഹം 25 വയസ്സ് മുന്നേ രക്ഷപ്പെടണമെന്നായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ പിന്നെ 30 വയസ്സ്, 3 വർഷം അതിനു മുന്നേ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് നേടിയെടുക്കണം. ആസ് യു ഓൾ നോ, NHSലുള്ള ഒരു നേഴ്സിന് 5 വർഷം മുന്നേ ഉള്ള സാലറി 1800 പൗണ്ട്, അതിൽ കൂടിപ്പോയാൽ 2000, അതായത് 2 ലക്ഷം രൂപ മാക്സിമം. ബട്ട് അന്ന് എനിക്ക് വേറെ ബാധ്യതകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, എല്ലാ പിടുത്തവും അതും ഇതും ഒക്കെ കഴിഞ്ഞ് എനിക്ക് കൂടിപ്പോയ ഒരു 500 പൗണ്ടേ സേവ് ചെയ്യാൻ പറ്റത്തോളായിരുന്നു. ബട്ട് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം, അതായത് ഒരു വീട്, ഞാൻ മോശമില്ലാത്തൊരു വീട്ടിലാണ് ജനിച്ച് വളർന്നതൊക്കെ, പക്ഷെ എനിക്ക് സ്വന്തമായൊരു വീട് വേണം. അങ്ങനെ ഞാൻ വസ്തു മേടിച്ച് വീട് വെച്ച് 30 വയസ്സിനുള്ളിൽ എൻ്റെ ആ സ്വപ്നം ഞാൻ നിറവേറ്റി. ഈ മാസം 50,000 അല്ലെങ്കിൽ 40,000 ഒക്കെ സേവ് ചെയ്യുന്ന എനിക്ക് ഒരിക്കലും 3 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വേറെ വഴിയൊന്നുമില്ല, നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, എക്സ്ട്രാ ഡ്യൂട്ടിക്ക് പോവുക. എനിക്ക് തോന്നുന്നു ഞാൻ വീക്ക്ലി ആ ടൈമിൽ 5, 6, എനിക്ക് തോന്നുന്നു 7 ദിവസമൊക്കെ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും പണിയെടുത്ത് ഹെൽത്ത് വഷളാക്കണമെന്നൊന്നും ഞാൻ ആരോടും പറയുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മുന്നിലുള്ളൂ, ഡ്രീം, അതൊരു വീടായിരുന്നു. അതിനുവേണ്ടി ഞാൻ 3 വർഷം എൻ്റെ സകല ആഗ്രഹങ്ങളും, എനിക്ക് ഓരോ ഷോപ്പിൽ പോകുമ്പോഴും അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. നല്ല ഡ്രസ്സ് കാണുമ്പോൾ അത് മേടിക്കണം. പക്ഷേ ഞാൻ തൽക്കാലം എൻ്റെ ഏറ്റവും വലിയ ബിഗ് ഡ്രീമിന് വേണ്ടി എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം ഒരു സൈഡിലാക്കി. ഇറ്റ് വാസൻറ്റ് ഈസി, ഒരിക്കലും അത് ഈസി അല്ലായിരുന്നു. ഈ വീട് വെച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ കണക്ക് ബുക്ക് എടുത്ത് എപ്പോഴും ചെറിയ ചെറിയ കണക്ക് തൊട്ട് വലിയ വലിയ കണക്ക് വരെ എഴുതി വെക്കും. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം, അളന്ന് കളഞ്ഞാലും ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിരുന്ന് കണക്ക് കൂട്ടിയപ്പം 90 ലക്ഷം രൂപയോളം ഈ വീടിനായി. ഒബ്വിയസ്ലി ലോണുണ്ട്. അതുകൂടാതെ എൻ്റെ കയ്യിൽ നിന്ന് 55-60 ലക്ഷം രൂപ, ഇൻക്ലൂഡിങ് ഫർണിച്ചറാണെങ്കിലും ഈ വസ്തു മേടിച്ചതും എല്ലാം കൂടെ, ഒരു സാധാരണ നേഴ്സ്, അതും 2 ലക്ഷം മാത്രം സാലറി ഉള്ള നേഴ്സ്, എല്ലാ ചിലവും കഴിഞ്ഞ് ഞാൻ അത്രയും പിശുക്കി ജീവിച്ചുകൊണ്ടായിരിക്കും എനിക്ക് 3 വർഷത്തിനുള്ളിൽ എല്ലാം നേടാൻ പറ്റിയത്. ഈ 2 lakhs സാലറി ഉണ്ടെന്ന് പറയുമ്പോഴും ഇവിടുത്തെ ബിൽസും റെൻറ്റും എല്ലാം കഴിഞ്ഞ്, നമ്മുടെ ചിലവും എല്ലാം കഴിഞ്ഞ് ഒരു 500 പൗണ്ട്, ഒരു 50,000 രൂപ മിച്ചം പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത് അതിൻ്റെ കൂടെ എപ്പോഴും ഞാനൊരു 1 lakh മന്ത്ലി ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു. സോ അങ്ങനെ അതിനകത്തുനിന്ന് 1 രൂപ, 1 പൗണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ ഞാൻ സേവ് ചെയ്ത് വെക്കുമായിരുന്നു. ഒരുപാട് പിശുക്കി തന്നെ ആദ്യത്തെ 3 വർഷം ഞാൻ ജീവിച്ചത്. സോ വർക്ക് ഹാർഡ്, സ്റ്റേ സ്ട്രോങ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എപ്പോഴും സക്സസ് ആയിരിക്കണം.